സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട 2019 ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായി എന്ന് സമ്മതിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്ത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ സ്വർണ്ണപ്പാളി കൊടുത്തുവിടാൻ പാടില്ലായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണെന്ന് ദേവസ്വം ബോർഡിനും ധാരണയില്ല. ഉണ്ണികൃഷ്ണന്റെ ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്നും ആരോപണം. വിഷയത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ദേവസ്വം ബോർഡ് കോടതിയെ സമീപിക്കുമെന്നും പി.എസ്. പ്രശാന്ത് പ്രതികരിച്ചു. 2019 ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, സംശയമില്ല. ഒരു അന്വേഷണം നടക്കട്ടെ. അതേ സംബന്ധിച്ച് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഒരു ബോർഡിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ സുതാര്യമായിരിക്കണം എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അത് സമഗ്രമായ അന്വേഷണം നടക്കണം. അത് ഞങ്ങൾ കോടതിയുടെ മുന്നിൽ ആവശ്യപ്പെടും. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തൊടുത്തുവിട്ടൊരു ആയുധമാണ് ഈ ചർച്ചകൾക്കൊക്കെ തുടക്കമിടുന്നത്. നന്നായി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിലായാൽ പോലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹം ഒരു സാധനം, ഒരു താങ്ങുപീഠം അവിടെ വച്ചിട്ടുണ്ട്. അത് വ്യാജ ആരോപണമായിരുന്നു, അത് വ്യാജ പീഠവുമായിരുന്നു. കാരണം ശബരിമലയിൽ സമർപ്പിക്കുന്ന അവിടെ റെസിപ്റ്റുള്ള, അവിടെ മഹസറുള്ള സാധനം മാത്രമല്ലേ വ്യാജമല്ലാതിരിക്കുന്നു. അപ്പോൾ ഇതൊരു വ്യാജ ആരോപണമായിരുന്നു, വ്യാജ പീഠവുമായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ കണ്ടെത്തി. അദ്ദേഹം ശബരിമലയെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കാൻ നോക്കി. ഇപ്പോൾ അദ്ദേഹം കുഴിച്ച കുഴിയിൽ അദ്ദേഹം വീണു. അദ്ദേഹം പ്രതിക്കൂട്ടിലേക്കായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ വരട്ടെ. ശബരിമലയിലെ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പം ഒരേ ഒരാളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്കാണ്. അങ്ങനെ ചുരുങ്ങിയാൽ ഈ ദുരൂഹതയുടെ വ്യാപ്തി ഒരാളിലേക്ക് മാത്രം ഒതുങ്ങുമെന്നതാണ് പറയാനുള്ളത്. കാരണം ഇതിന് പിന്നിൽ നിരവധി മനുഷ്യരുണ്ടാവും. ഇതൊരു മാഫിയ പോലെ പ്രവർത്തിച്ചിട്ടുണ്ടാവും. ഓരോരുത്തരിലേക്കും ഈ അന്വേഷണം വന്ന് എത്തേണ്ടതുണ്ട്. ഏതോ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നു, സാധനങ്ങൾ കൊണ്ടുപോയി, പാടില്ലായിരുന്നു എന്ന് മാത്രം പറഞ്ഞ് കൈയൊഴിയാൻ കഴിയുന്നതേയല്ല. ഇതിലേക്കൊക്കെ വെളിച്ചം വീശുന്ന അന്വേഷണം വളരെ കൃത്യമായി നടക്കേണ്ടതുണ്ട്. സ്വർണം ചെമ്പായതെങ്ങനെ, ചെമ്പ് പിന്നീട് സ്വർണം പൂശിയതെങ്ങനെ, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തന്നെ വീണ്ടും 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 ഇക്കാര്യങ്ങളിൽ ഇടപെട്ടതെങ്ങനെ, പലരിലേക്കും ഈ ഇടനിലക്കാരന്റെ സ്വാധീനം ചെന്നെത്തിയതെങ്ങനെ, അതിന് പിന്നിൽ പ്രവർത്തിച്ചതാര്, ഒത്താശ ചെയ്തു കൊടുത്തതാര്, അങ്ങനെ എല്ലാവരിലേക്കും ഈ അന്വേഷണം എത്തേണ്ടതുണ്ട്.